വിശദമായ വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും സസ്പെൻഷൻ. കെ സുനിൽകുമാറിനെയാണ് സസ്പെൻഡ് ചെയ്യാൻ ദേവസ്വം ബോർഡ് യോഗം തീരുമാനിച്ചത്. വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിയുടെ കാര്യത്തിൽ കോടതി ഉത്തരവിനനുസരിച്ച് തീരുമാനമെടുക്കും. സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ദേവസ്വം ആസ്ഥാനത്തെത്തി പരിശോധന നടത്തി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആർ ബി സനൂപും സിജോ വി ജോണും ചേരുന്നുണ്ട്. ആദ്യം സനൂപിലേക്ക്. സനൂപ്, വീണ്ടും ഒരു നടപടിയിലേക്ക് കൂടി കടന്നിരിക്കുന്നു. മറ്റൊരാളെ കൂടി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അയാൾക്ക് കേസുമായുള്ള ബന്ധം, മറ്റ് നടപടികൾ അതെങ്ങനെയായിരിക്കും? അതായത് ഇപ്പോൾ വിരമിച്ചിരിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഏത് തരത്തിലായിരിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്? ഞാൻ രണ്ടാമത്തെ ഉദ്യോഗസ്ഥനെയും സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം തീരുമാനിച്ചിട്ട് അല്പസമയത്തിനകം തന്നെ ഇതിന്റെ ഉത്തരവ് പുറത്തിറങ്ങും. അന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്ന കെ സുനിൽകുമാറിനെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം കെ സുനിൽകുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നാണ് ദേവസ്വം ബോർഡിന്റെ വിലയിരുത്തൽ. കാരണം ഈ പറയുന്ന ഈ സ്വർണ്ണ പൊതിഞ്ഞ പാളികൾ കൊടുത്തു വിട്ടിട്ട് അത് ചെമ്പ് പാളി എന്ന് മഹസറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ മഹസറിൽ ഒപ്പിട്ടവരിൽ ഒരാൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ടുള്ള കെ സുനിൽകുമാറാണ്. അങ്ങനെ ഗുരുതരമായിട്ടുള്ള കുറ്റം ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇപ്പോൾ കെ സുനിൽകുമാറിനെയും സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം തീരുമാനിച്ചിരുന്നത്. നേരത്തെ ബി മുരാരി ബാബു എന്ന ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരുന്നു. കാരണം മുരാരി ബാബുവാണ് ഈ ചെമ്പ് പാളി എന്ന് തറപ്പിച്ച് എഴുതാൻ വേണ്ടി എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് റിപ്പോർട്ട് നൽകി എന്നത് ചൂണ്ടിക്കാട്ടിയാണ് അന്ന് ദേവസ്വം വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി അന്ന് ചേർന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം തീരുമാനിച്ചത്. അങ്ങനെ ഇപ്പോൾ രണ്ടാമത്തെ ഉദ്യോഗസ്ഥനെയും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ഇപ്പോഴും തുടരുകയും ചെയ്യുകയാണ്. ഇനി വിരമിച്ച ഉദ്യോഗസ്ഥരുടെ കാര്യം പറയുകയാണെങ്കിൽ 7 ഉദ്യോഗസ്ഥരാണ് ഈ പ്രതിപട്ടികയിൽ ഈ വിരമിച്ച ഉദ്യോഗസ്ഥർ ഉള്ളത്. പക്ഷേ അവർക്കെതിരെ പെട്ടെന്ന് നടപടിയെടുക്കാൻ ദേവസ്വം ബോർഡിന് കഴിയില്ല. അതിന് നിയമപ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് നിയമോപദേശം തേടിയത്. എന്തായാലും ഈ അന്വേഷണം പൂർത്തിയായി ഈ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ശേഷം മാത്രമേ ഈ വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും നടപടി ബോർഡ് കൈക്കൊള്ളുകയുള്ളൂ. അതുവരെ എന്തായാലും ഈ ഇപ്പോഴുണ്ടായിരുന്ന, അതായത് സർവീസിൽ തുടരുന്ന 2 ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള നടപടിയും എടുത്ത് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രതിപട്ടികയിൽ വന്നിട്ടില്ലെങ്കിലും ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ഈ സ്മിത്ത് VM കുമാറിനെ പറ്റിയുള്ള പരാമർശവും ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെതിരായിട്ടുള്ള നടപടി എന്തായാലും ഇന്നും ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അക്കാര്യത്തിലേക്ക് വിശദമായിട്ട് ബോർഡ് പോയിട്ടില്ല. ഇപ്പോഴും യോഗം തുടരുകയാണ്. എന്തായാലും അതിന്റെ വിശദാംശം കൂടി കൂടുതൽ നടപടികളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ? അന്തിമ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക? അതെ തന്നെയാണ്. കാരണം വിരമിച്ച ഉദ്യോഗസ്ഥരാണ് ഇനിയുള്ളത്. അവർക്കെതിരെ ബോർഡിന് പെട്ടെന്ന് നടപടിയെടുക്കാൻ കഴിയില്ല. ഈ പെൻഷൻ ആനുകൂല്യം അടക്കം തടഞ്ഞു വെക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ അത് തീർച്ചയായിട്ടും നിയമപ്രശ്നങ്ങളിലേക്ക് പോകും. അങ്ങനെ ഒരു അധികാരം ദേവസ്വം ബോർഡിന് ഇല്ല. അതുകൊണ്ടാണ് നിയമോപദേശം തേടിയ ശേഷം എന്തായാലും ഇനി അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം മാത്രം നടപടിയെടുത്താൽ മതി എന്നുള്ള തീരുമാനം കൈക്കൊണ്ടത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ ദേവസ്വം ബോർഡ് യോഗം നടക്കുന്ന ഇന്ന് തന്നെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘവും ദേവസ്വം ആസ്ഥാനത്ത് പരിശോധന നടത്തുന്നത്. 2 ഉദ്യോഗസ്ഥരാണ് രാവിലെ 9:30 എത്തി ഇപ്പോഴും പരിശോധന നടത്തുന്നത്. പ്രധാനപ്പെട്ട ഫയലുകളടക്കം പരിശോധിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പ്രാഥമിക അന്വേഷണം നടത്തിയ ദേവസ്വം വിജിലൻസ് എസ്പിയിൽ നിന്നുകൂടി കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി കൂടിയാണ് ഉദ്യോഗസ്ഥർ വന്നത്. അദ്ദേഹത്തിൽ നിന്നുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ, ഏത് രീതിയിലായിരുന്നു അന്വേഷണം, അതിന്റെയൊക്കെ ഒരു കാര്യം കൂടി ചോദിച്ച് കൂടിയാലോചന മറ്റുമൊക്കെ ഈ 2 ഉദ്യോഗസ്ഥരും നടത്തുന്നുണ്ട്. ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഈ ദേവസ്വം ആസ്ഥാനത്ത് തുടരുകയാണ്. എന്തായാലും ഒരു ഘട്ടത്തിൽ, അതായത് ഈ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഇവർ ഇവിടെ വന്നിരുന്നു. ഇപ്പോ ഉത്തരവിറങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം ആസ്ഥാനത്തെത്തി പരിശോധന നടത്തുന്നത്. ഉദ്യോഗസ്ഥരെ അടക്കം കണ്ട് മുരാരി ബാബുവിന് ശേഷം സുനിൽകുമാറിനെ കൂടി, ഇപ്പോൾ സർവീസിലുള്ള മറ്റൊരു ഉദ്യോഗസ്ഥനെ കൂടി ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു.